ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഭാര്യയും കൊണ്ട് വരുന്ന സമയത്ത്, സാറാബിയുമായി വരുന്ന സമയത്ത് ഒരു പെട്ടിയിലാക്കിയിട്ട് ചുമന്ന് വരികയാണ്. പ്രിയപ്പെട്ടവരെ, വഴിയിൽ വെച്ച് ഒരു രാജാവിന്റെ പട്ടാളക്കാർ പെട്ടി തടയുന്നു. മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. എന്താണ് ഈ പെട്ടിയിൽ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് മറുപടി പറയാൻ ആദ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാം മടി കാണിച്ചെങ്കിലും ആ മടിയിൽ എന്തോ സംശയം തോന്നിയിട്ട് ഈ പെട്ടിയെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും പ്രിയപ്പെട്ടവരെ ആ രാജാവിന്റെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്താണ് ഈ രാജാവിന്റെ പ്രത്യേകത? അദ്ദേഹം ഒരു സ്ത്രീ ലംബടന. ഇതിലൊരു പെണ്ണാണെന്നറിഞ്ഞാൽ, പ്രത്യേകിച്ചും സുന്ദരിയായ ഒരു സ്ത്രീയാണെന്നറിഞ്ഞാൽ പിന്നെ ഉള്ള കാര്യം അത് പറഞ്ഞ് അവതരിപ്പിക്കുക സാധ്യമല്ല. എന്ത് ചെയ്യാം? എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുന്നോട്ട് പോവുകയാണ്. രാജാവിന്റെ മുമ്പിൽ ആ പെട്ടി കൊണ്ടുപോയി വെച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്, തടവറയിലിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ പെട്ടിയിലുള്ള സുന്ദരിയായ പെണ്ണിനെ, ബഹുമാനപ്പെട്ട സാറാ ബീവി റളിയല്ലാഹു തആല അൻഹായുടെ അരികിലേക്ക് രാജാവ് വളരെ പ്രതീക്ഷയോടുകൂടി നടന്നു വരികയാണ്. ആ പെട്ടി ഓപ്പണാക്കിയിട്ട് അതിലിരിക്കുന്ന സുന്ദരിയായ സാറാ ബീവിയെ കണ്ടപ്പോൾ നേരത്തെ തന്നെ സ്ത്രീലംബടനായ ആ രാജാവിന്റെ ഉള്ളിൽ എന്തൊക്കെയോ വികാരങ്ങൾ മറിയുകയാണ്. ഇന്നത്തെ ദിവസം വളരെ സന്തോഷമായി എന്ന് മനസ്സിൽ പറയുകയാണ്. പ്രതീക്ഷയോടുകൂടി ആ പെട്ടിയുടെ അരികിലേക്ക് കൈനീട്ടുമ്പോൾ, കൈനീട്ടിക്കൊണ്ട് രാജാവ് ചോദിക്കുന്നു, എന്താണ് നിന്റെ പേര് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറയുന്നു, എന്റെ പേര് സാറ എന്നാണ്. തുടർന്ന് ഒരു ചോദ്യം, എന്താടാ? രാജാവിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ, ഞാൻ ആരാണെന്നറിയുമോ? ഞാൻ നിന്നെ കെട്ടാൻ വേണ്ടി വന്നതാ. സാറാബിയുടെ മറുപടി, നീ എന്നെ കെട്ടുകയോ? നീ എന്നെ നൊട്ടും. രാജാവിന്റെ മുമ്പിലാണെങ്കിലും ഒരല്പം പോലും ഭയമില്ലാതെ തന്റെ ഈമാനികമായ ആ ഒരു ധീരത അവിടെ പ്രകടിപ്പിക്കുകയാണ്. ഇതോടുകൂടി രാജാവിന് വാശി കൂടുന്നു. എന്റെ മുമ്പിൽ വന്ന് എന്നെ ധിക്കരിക്കുകയോ? എങ്കിൽ നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് തന്റെ കൈ സാറാബിയുടെ നേരെ നീട്ടിയപ്പോൾ പ്രിയപ്പെട്ടവരെ, കൈ നിശ്ചലമാവുകയാണ്. ഒരു നിമിഷം അനക്കാൻ കഴിയുന്നില്ല. സാറാബിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കൈ അനങ്ങുന്നില്ല. ആകെ ബേജാറായ സമയമാണ്. എല്ലാവരും കൂടുന്നു, എല്ലാവരും ബേജാറാകുന്നു. ഇനി എന്തു ചെയ്യും? സാറാബിയുടെ ഒറ്റ പ്രാർത്ഥനയാണ്, റബ്ബേ നീ എന്നെ കാക്കണേ. ആ ഒരൊറ്റ ദുആയുടെ ഫലമായിട്ട് ആ മൃദുല മേനിയിലേക്ക് കൈ നീട്ടിയ രാജാവിന്റെ കൈ കരിങ്കൽ പ്രതിമ പോലെയായപ്പോൾ എങ്ങനെയാണ് രാജാവ് രക്ഷപ്പെടുന്നത് എന്ന രംഗം, എന്താണ് സാറാബിയുടെ ഇനിയത്തെ അനുഭവമെന്ന് പ്രിയപ്പെട്ടവരെ ഗായകന്റെ വരികളിലൂടെ നമുക്ക് ശ്രവിക്കാം. കിന്നാരം ചൊല്ലി ചൊല്ലി ഇഷ്കിന്റെ പാട്ടും പാടി ചാരത്തു നിന്നിടേണ്ട ദൂതാ, കാണാനും വയ്യ നിന്റെ ആപത്തിൻ പുഴയിലായി ഗർത്തത്തിലേക്കു പോയി നേരാ, ഗർത്തത്തിലേക്കു പോയി നേരാ. കിന്നാരം ചൊല്ലി ചൊല്ലി ഇഷ്കിന്റെ പാട്ടും പാടി ചാരത്തു നിന്നിടേണ്ട ദൂതാ, കാണാനും വയ്യ നിന്നെ ആപത്തിൽ പുഴയിലായി ഗർത്തത്തിലേക്ക് പോയി നേരാ, ഗർത്തത്തിലേക്ക് പോയി നേരാ. ആളുകൾ കൂടിടുന്നു നോട്ടമായി തേട്ടമായി, രാജാവ് തേടിടുന്നു കാക്കാൻ. ആളുകൾ കൂടിടുന്നു നോട്ടമായി തേട്ടമായി, രാജാവ് തേടിടുന്നു കാക്കാൻ. കണ്ണീരിൻ ചാലിലായി അന്ന് ചൊന്നു ബീവിയോട്, കണ്ണീരിൻ ചാലിലായി അന്ന് ചൊന്നു ബീവിയോട്, അഫ്വൊന്നു നൽകിടേണേ കേറാൻ, അഫ്വൊന്നു നൽകിടേണേ കേറാൻ. കിന്നാരം ചൊല്ലി ചൊല്ലി ഇഷ്കിന്റെ പാട്ടും പാടി ചാരത്തു നിന്നിടേണ്ട ദൂതാ, കാണാനും വയ്യ നിന്നെ ആപത്തിൻ പുഴയിലായി ഗർത്തത്തിലേക്ക് പോയി നേരാ, ഗർത്തത്തിലേക്ക് പോയി നേരാ.